Dear students, let me start with another topic for BSc and post BSc nursing students, nursing management. Okay, under that, the first unit there is a topic management theories. So today we can see in briefly the different management theory which for basic students. So the knowledge on theories of management for nurse leaders can be useful in creating and developing their own management styles. So one need to understand that no single theory can be well fit and guide nurse leaders in their situation. So here in this video, we will discuss some of the important theories which developed at different periods of time. So that will help the nurse managers to adapt and function effectively. So here we will discuss 4 important theories that is focus for nurse managers. So the important theories for nurse managers are scientific management theory, classic organizational theory, human relation theory, and behavioral science theory. So the first one is scientific management theory. The basic principle of scientific management theory, they are focused on observation and the measurement of outcome. So the pioneers of scientific management are F.W. Taylor, Gantt, Henry I. Gantt, Emerson. So these 3 eminent scientists are there. First we can see the Taylor's theory. Okay. So Taylor is recognized as the father of scientific management. അപ്പോൾ ടൈലർ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ടാണ്. സോ ഹീ കണ്ടക്റ്റഡ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് ടു ദ ടൈം ദ വർക്കേഴ്സ്, അനലൈസ് ദെയർ മൂവ്മെൻറ്റ്സ് ആൻഡ് സെറ്റ് ദെയർ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ടൈം മോഷൻ സ്റ്റഡീസ് എന്നാണ് അതിന് പറയുന്നത്, ഈ ടൈലർ കണ്ടക്ട് ചെയ്ത സ്റ്റഡീസ്. സോ ഹീ യൂസ്ഡ് സ്റ്റോപ്പ് വാച്ച്. അപ്പോൾ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു, അപ്പോൾ അവർ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും നന്നായി ആ വർക്ക് ഫിനിഷ് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അവരെ പ്രത്യേകമായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എടുക്കും. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഹീ ഈസ് ഡൂയിങ്. സോ he applied the principle of observation, measurement and the scientific comparison to determine the most efficient way to accomplish a task. So what are the achievements of Taylor? We can see that. So first one is he trained his workers to follow the time to complete the task given. അപ്പോൾ മെയിനായിട്ട് പുള്ളിയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അവർ കൊടുക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് വർക്കേഴ്സ് വെയർ ഹയർഡ്. എന്നുവെച്ചാൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്കേഴ്സിനെ അവർ അവിടെ ജോലിക്ക് എടുക്കുന്നു. ഈവൻ വെൻ ദേ വെയർ പെയ്ഡ് ആൻഡ് ഇൻസെൻറ്റീവ്, ചിലപ്പോൾ എക്സ്ട്രാ കുറച്ച് പൈസ കൊടുക്കുമായിരിക്കും, എന്നാലും ആ എംപ്ലോയിനെ അവർ വയ്ക്കുന്നു. സെക്കൻഡ് വൺ, ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് വെയർ റിഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട്. കാരണം മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉള്ളവരെ മാത്രമേ അവർ വയ്ക്കുന്നുള്ളൂ, അപ്പോൾ ലേബർ കോസ്റ്റ് കുറവായിരിക്കും. തേർഡ് വൺ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ് വെയർ സെപ്പറേറ്റഡ് ഫ്രം ദ ഫങ്ഷൻസ് ഓഫ് ദ വർക്കേഴ്സ്. ഇവിടെ രണ്ടും ഭയങ്കര സെപ്പറേഷനാണ്. മാനേജ്മെൻറ്റിൻ്റെ റോളും വർക്കേഴ്സിൻ്റെ റോളും വളരെ ഡിഫറെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുവാണ്. ദെൻ ഡെവലപ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഡിറ്റർമൈൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഇവരുടെ പ്രൊഡക്ഷൻ മാത്രമാണ് ഇവരുടെ മെയിൻ എയിം. അതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ പ്ലാനും പദ്ധതികളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഹീ കൺസിഡേർഡ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഈസ് ടു പ്ലാൻ. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ പ്ലാനിങ് മാത്രമാണ്, ബാക്കിയുള്ള ആസ്പെക്റ്റുകളൊന്നുമില്ല എന്നാണ് ടൈലർ കരുതിയിരുന്നത്. ദെൻ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് മെത്തേഡ്സ് ടു ബി സ്റ്റാൻഡേർഡൈസ് ടു മാക്സിമൈസ് ദ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എത്രത്തോളം കൂട്ടാമോ അതിനെക്കുറിച്ച് മാത്രമേ ദേ ആർ ബോതേഡ് അബൌട്ട് ദാറ്റ്. ഓക്കെ, ദെൻ
he introduced an incentive plan to pay the workers according to the rate of production. അപ്പോൾ വർക്കേഴ്സ് കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻസെൻറ്റീവ് കൊടുക്കാനായിട്ട് അവരതിനകത്ത് ശ്രമിക്കുന്നു. ദെൻ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ മെത്തേഡ്സ് ടു ബി സ്റ്റാൻഡേർഡൈസ് ടു മാക്സിമൈസ് ദ പ്രൊഡക്ഷൻ. വർക്കേഴ്സിന് ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഓൺലി വർക്ക് കണ്ടീഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ മാത്രമാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം. ദെൻ ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡ്യൂസ് ഹയർ പ്രോഫിറ്റ്. അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനും ഹൈ പ്രോഫിറ്റുമാണ്. സോ ദീസ് ഓൾ ആർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ടൈലർ. Then we can see the effect of time motion study of Taylor. First point is reduced wasted efforts. Second point is set standards of performance. And the third one is encouraged specialization and stressed on the selection of qualified workers who could be developed for a particular job. Okay, so these all are the effect of time motion study of Taylor. I think this first Taylor's achievements are clear. Then we can see the Gann theory. So Gann was concerned with the problems related to the efficiency. Okay, he has contributed to the scientific management by refining the previous work of Taylor than introducing the new concept. അപ്പോൾ ഗ്യാൻ്റെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടൈലറിൻ്റെ വർക്കിനെ ഒന്ന് റിഫൈൻ ചെയ്തേ ഉള്ളൂ, പുതിയൊരു പ്രിൻസിപ്പിളൊന്നും പുള്ളി കൊണ്ടുവന്നില്ല. സോ ഹിസ് കോൺട്രിബ്യൂഷൻസ് ഓർ അച്ചീവ്മെൻറ്റ്സ് ആർ: he studied the amount of work planned on one axis to the time needed or taken to complete a task on the other axis. അപ്പോൾ അയാൾ കുറച്ചും കൂടി ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ അറേഞ്ച് ചെയ്തു. ഓക്കെ, വർക്ക് പ്ലാൻ ചെയ്യുന്നതും വർക്ക് അച്ചീവ് ചെയ്യുന്നതുമായിട്ടുള്ള ടൈമിങ്ങിന്. സെക്കൻഡ് പോയിൻറ്റ്, he also developed a task and bonus remuneration plan. He develop a task and bonus remuneration plan for the workers. അപ്പോൾ what if they have worked for that day, അവരുടെ വേജസിൻ്റെ കൂടെ തന്നെ അവർക്കൊരു ബോണസും കൊടുക്കണമെന്നുള്ളത് he did that type of planning. Then he developed a task and bonus remuneration plan. Okay, then he recommended to select workers scientifically. കുറച്ചും കൂടി ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് സെലക്ഷനും അവരുടെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്തപ്പം he has developed that. Then he argued for a more humanitarian approach by the management. Okay, പ്രോഫിറ്റിനേക്കാളും വി ഹാവ് ടു കൺസിഡർ അബൌട്ട് ദ സർവീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഗാൻഡിന് ഉണ്ടായി. ദെൻ ഹി റെക്കഗ്നൈസ്ഡ് useful non-monetary incentives such as job security and encouraging staff development. Here only we have started with this ചെറിയൊരു ഇതിലെങ്കിലും ജോബ് സെക്യൂരിറ്റിയും സ്റ്റാഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ തിങ്ക് ചെയ്തത്. സോ ദീസ് ഓൾ ആർ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് Gann theory. I think it's clear. So then we can see the Emerson's theory. Okay, his time period is 1853 to 1936 ആണ്. Okay, so his emphasis was on conservation and organizational goals and objectives. He is a little bit concerned about the employees. അതുകൊണ്ടാണ് കൺസർവേഷനും ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. So then he defined principles of efficiency related to interpersonal relations and to system in management. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിൽ സിസ്റ്റം വേണമെന്നുള്ളത് എമേഴ്സൻ്റെ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് വൺ, goals and ideas should be clear and well defined. Goals and ideas to be ഓരോ ആ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ആയിട്ടില്ല, വേർ ദ എംപ്ലോയീസ് ആർ വർക്കിംഗ്. So ideas should be clear and well defined, as the primary objective is to produce the best product as quickly as possible at minimal expense. അതാണ് സെക്കൻഡ് പ്രിൻസിപ്പൽ. തേർഡ് വൺ ഈസ് changes should be evaluated. Management should not ignore the common sense by assuming that big is necessarily better. Okay, changes should be evaluated. Then last one is the
competent counsel is essential. Okay, so we have to consider the employees also here and their needs also. So these all are the principles. Then his theory explains about what he did here. Management can strengthen discipline. Okay, first one is management can strengthen the discipline by justice, enforcement on all records. Okay, so including the adequate, reliable and immediate information about the expense of equipments, and personnel should be available as a basis for decision. So what he is telling here that ഡിസിപ്ലിൻ ശരിയായാൽ, ശരിയായ റൂൾസ് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റിസ് ഉണ്ടാവും, അവിടെ ഈക്വൽ എൻഫോഴ്സ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എല്ലാ കാര്യങ്ങൾ, എക്യുപ്മെൻറ്റ്സിൻ്റെ പേഴ്സണലിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നാണ് എമേഴ്സൻ്റെ തിയറിയിൽ പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് ഈസ് ഡിസ്പാച്ചിങ് ഓർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ഈസ് റെക്കമെൻഡഡ്. ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഡിസ്പാച്ച് ചെയ്യാം എന്നുള്ളതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയതും ഹിയുള്ളി. ദെൻ സ്റ്റാൻഡർഡൈസ്ഡ് ഷെഡ്യൂൾസ്, കണ്ടീഷൻസ് ആൻഡ് റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ഷുഡ് ബി ദെയർ ടു ഫെസിലിറ്റേറ്റ് പെർഫോമൻസ്. എമേഴ്സൺ ഹാസ് സ്റ്റാർട്ടഡ് വിത്ത് എ സ്റ്റാൻഡർഡൈസ്ഡ് ഷെഡ്യൂൾ ഉണ്ടാക്കി, റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കി, കാരണം റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ദെൻ എഫിഷ്യൻസി റിവാർഡ്സ് ഷുഡ് ബി ഗിവൺ ഫോർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ടാസ്ക്. അപ്പോൾ ടാസ്ക് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി റിവാർഡ്സ് കൊടുക്കാൻ തുടങ്ങി. ദെൻ എമേഴ്സൺ മൂവ് ഫർദർ ബിയോണ്ട് ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടു ക്ലാസിക് ഓർഗനൈസേഷൻ തിയറി. എമേഴ്സൺ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയുടെ ക്ലാസിക് ഓർഗനൈസേഷൻ തിയറീനെ ലിങ്ക് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറി. സോ ദീസ് ഓൾ ആർ ദ details about the Emerson's theory. So here already we have seen the scientific management theory. Under that 3 pioneers are there. The first one is Taylor and the second one is the Gantt theory, third one is the Emerson theory. I think it's clear to you. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. So next we can see the classic organization theory. That is the second one. So the importance of classic organization theory, that means here we are starting with the organization. ഓർഗനൈസേഷൻ്റെ ആ ഒരു ആസ്പെക്റ്റുകൾ, സിസ്റ്റം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്. അതുപോലെ തന്നെ ദ കോൺസെപ്റ്റ് ഓഫ് സ്കെയിലാർ ലെവൽ, സ്പാൻ ഓഫ് കൺട്രോൾ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ലൈൻ സ്റ്റാഫ് റിലേഷൻഷിപ്പ്, ഡീസെൻട്രലൈസേഷൻ, ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൻറി ഫോയലിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഈ തിയറിയുടെ ബേസിൽ ഈ സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ 3 പൈനിയേഴ്സ് ആർ ദെയർ, ഹെൻറി ഫോയൽ, മാക്സ് വെബർ ആൻഡ് ജെയിംസ് മൂണി. അപ്പോൾ നമുക്ക് ഇവരെക്കുറിച്ച്, ഇവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് കുറച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ ഫോയൽ തിയറി. ഹിയസ് ടൈം ഈസ് 1841 to 1925 ആണ്. He is the father of a management process school എന്നാണ്. He is known as the father of management process. He is mainly concerned with the management of production. Okay. അപ്പോൾ he only studied about the functions of managers and he considered that management is a universal. ഇവിടെ throughout wherever any organization or workplace is there മാനേജ്മെൻറ്റ് ഈസ് നെസസറി എന്നുള്ള കോൺസെപ്റ്റ് വന്നത് ഈ സമയത്താണ്, ഹെൻറി ഫോയലിൻ്റെ സമയത്താണ്, ഓർഗനൈസേഷൻ തിയറിയുടെ സമയത്താണ്. സോ ഹി ബിലീവ് ദാറ്റ് all the managers regardless of the type of organization how they are doing same task എന്നാണ്. according to him, he said all the managers regardless of the type of the organization, ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണെങ്കിലും the same type of task they are doing, such as planning, organizing, issuing orders, coordinating and controlling. നിങ്ങൾ മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ മെയിൻ എലമെൻറ്റ്സ് പഠിച്ചേക്കുന്നതാണല്ലോ. ആ എലമെൻറ്റ്സ് ആണ് ഏതൊരു ഓർഗനൈസേഷനിലെ മെയിൻ ഫങ്ഷൻ.
Second point, he derived general principles of administration from his observation. Principles of 14 principles of files നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഹി ഓൺലി ഡിറൈവ് ദാറ്റ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. സോ അതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഔട്ട് ഇവിടെ പറയുന്നുണ്ട്. ഹി ബിലീവ്ഡ് ഇൻ ദ ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഹി ആർഗ്യൂഡ് ദാറ്റ് സ്പെഷ്യലൈസേഷൻ ഇൻക്രീസസ് എഫിഷ്യൻസി. ഓരോരുത്തരും ഓരോ ജോബിൽ സ്പെഷ്യലൈസ് ചെയ്താൽ അത് വളരെ നല്ലതായിരിക്കും. ദെൻ തേർഡ് വൺ ഈസ് he recommended centralization through the use of scalar chain, then unity of command and direction so that each employee receives orders from one superior. He believed that workers should be adequately remunerated from their services. Then File encourages the development of group harmony through equal treatment and stability of tenure of personnel. Then he advocated that there is a place for everything and everything in its place. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഹെൻറി ഫോയലിൻ്റെ 14 പ്രിൻസിപ്പിൾസ് പഠിച്ചേക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. സോ ദീസ് ഓൾ ആർ ദ വാട്ട് ഓൾ ദ ദിസ് തിയറി എക്സ്പ്ലെയിൻ ദാറ്റ് ഹെൻറി ഫോയൽസ് തിയറി സ്റ്റഡീഡ് ആൻഡ് ഹി ബിലീവ്ഡ് ദീസ് ഓൾ പോയിൻറ്റ്സ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. Then comes the Max Weber's theory. His time period is 1864 to 1920. He is a German psychologist. Max Weber is a German psychologist and he is known as father of organizational theory. He is known as father of organizational theory. So what he emphasizes was on rules instead of individuals and on competencies over favoritism. ഈ മാക്സ് വെബറാണ് ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. എപ്പോഴും റൂൾസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബ്യൂറോക്രസിയെക്കുറിച്ച് പറയുന്നത് മാക്സ് വെബറാണ്. ഹിസ് കോൺസെപ്ച്വലൈസേഷൻ വാസ് ഓൺ ബ്യൂറോക്രസി. ദാറ്റ് മീൻസ് എ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി ദാറ്റ് കുഡ് ഫെസിലിറ്റേറ്റ് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നാണ് ആര് പറയുന്നത്? മാക്സ് വെബർ പറയുന്നത്. സോ what he did, he says the 3 bases for authority. Okay, he has given the 3 bases for that. The first one is the traditional authority. Traditional authority എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is accepted because it seems things have always been that way, such as the rule of a king in a monarchy. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകളായിട്ട് ഒരു രാജാവിൽ നിന്ന് അടുത്ത രാജാവിലോട്ട് ഭരണം കൈമാറുന്നത് പോലെ തന്നെയാണ് അതോറിറ്റി ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട്. 3 ബേസിസ് ഫോർ അതോറിറ്റി ആണല്ലോ, അതിന് ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് ദ കരിസ്മ. കരിസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് എ സ്ട്രോങ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി. കരിസ്മയുള്ള ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റിയും കൊണ്ട് അവർ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ജീസസ് ഈസ് ഹാവിങ് ദ കരിസ്മ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിപ്രഭാവം എന്ന് നമ്മൾ പറയില്ലേ നേതാക്കന്മാരുടെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ഈസ് ദ റേഷണൽ ലീഗൽ അതോറിറ്റി. So that is formal organizations because the person have demonstrated the knowledge, skills and ability to fulfill the position. അപ്പോൾ ഈ റേഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ കഴിവും കൊണ്ട് തന്നെ അയാൾക്ക് കിട്ടുന്ന ആ ഒരു ലീഡർഷിപ്പിന് അല്ലെങ്കിൽ അതോറിറ്റി, ആ ഒരു പവറിനാണ് നമ്മൾ റേഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് കൺസിഡേർഡ് റേഷണൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത്. ബിക്കോസ് ദ പേഴ്സൺ ഹാസ് ഡെമോൺസ്ട്രേറ്റഡ്, എന്തൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു? ദ നോളജ്, സ്കിൽ ആൻഡ് എബിലിറ്റി ടു ഫുൾഫിൽ ദ പൊസിഷൻ. ആ പൊസിഷൻ ആവശ്യമുള്ള എല്ലാ നോളജും സ്കില്ലും എബിലിറ്റിയും ഉള്ളത് കൊണ്ടാണ് അയാളെ റേഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, so he recognized that subordinates do not believe a person qualified for that position if they may not accept that person's authority. അപ്പോൾ ആ വ്യക്തിക്ക് നല്ല കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ പൊസിഷൻ കിട്ടത്തുള്ളൂ. സോ ദീസ് ഓൾ ആർ ദ ബേസിസ് ഫോർ അതോറിറ്റി അക്കോർഡിംഗ് ടു മാക്സ് വെബർ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ.
So then we can see James Mooney theory. James Mooney theory in 1884 to 1957 വരെയാണ് ജെയിംസ് മൂണിയുടെ ടൈമിങ്. മൂണി ബിലീവ് ദാറ്റ് മാനേജ്മെൻറ്റ് ടു ബി ദ ടെക്നിക്ക് ഓഫ് ഡയറക്റ്റിംഗ് പീപ്പിൾ. ഇവിടെ വരുമ്പോഴത്തേക്കും മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഓരോ കോമ്പോണൻറ്റ്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. ആൻഡ് ഓർഗനൈസേഷൻ ദ ടെക്നിക്ക് ഓഫ് റിലേറ്റിംഗ് ഫങ്ഷൻസ്. ഓർഗനൈസേഷൻ ഈസ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള കാര്യം മൂണിയുടെ ടൈം ആകുമ്പോഴത്തേക്കും നമ്മളത് മനസ്സിലാക്കും. ഓക്കെ. സോ ദെയർ ആർ മെയിൻലി 4 യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ബൈ മൂണി. മൂണിയുടെ 4 യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് കോർഡിനേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് എ ഗോൾ. ഓക്കെ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ, സിങ്ക്രണൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് വയ്ക്കുന്നതിന്, ആക്ടിവിറ്റീസിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഗോൾ അച്ചീവ് ചെയ്യാണ്. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു മൂണിയുടെ. സെക്കൻഡ് വൺ ഈസ് ഫങ്ഷണൽ എഫക്റ്റ്. ഫങ്ഷണൽ എഫക്ട്സ് ദ പെർഫോമൻസ് ഓഫ് വൺസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയുടെ ഡീറ്റെയിൽസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിയുടെ ഫങ്ഷണൽ എഫക്റ്റ് കാണാൻ. തേർഡ് വൺ ഈസ് സ്കേലാർ പ്രോസസ് ഓർഗനൈസസ് ലെവൽസ് ഓഫ് കമാൻഡ്. സ്കേലാർ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയർ ടു സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഹയറാർക്കി ലെവലിലാകുന്നതിനാണ് സ്കേലാർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അറേഞ്ച് അതോറിറ്റി ഇൻ ടു എ ഹയറാർക്കി. ഹയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഗനൈസേഷൻ ചാർട്ട് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഡയറക്ടർ, അതിൻ്റെ കീഴിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, ദെൻ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ്, അങ്ങനെ പോകത്തില്ലേ നേഴ്സിങ്ങിൻ്റെ ഒക്കെ. ആ അറേഞ്ച്മെൻറ്റാണ് ഹയറാർക്കി എന്ന് പറയുന്നത്. സോ ദീസ് ഓൾ ആർ ദ 4 യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ബൈ മൂണി. So according to him, he said consequently people get their right to command from their position in the organization. ഏത് പൊസിഷനാണ് കിട്ടണത് ആ പൊസിഷൻ അനുസരിച്ച് അവർക്ക് അവരെ കമാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ടുഡേ ഐ വിൽ കൺക്ലൂഡ് ദിസ് സെഷൻ ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 22 minutes. 22 minutes ഉള്ള ഒരു വീഡിയോ വീതം ഞാൻ ഇടുന്നുള്ളൂ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. സോ മാനേജ്മെൻറ്റ് തിയറിയിൽ മെയിൻലി 4 തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 2 തിയറീസ് വി ഹാവ് കംപ്ലീറ്റഡ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ക്ലാസിക് ഓർഗനൈസേഷൻ തിയറി. So if you have any doubt, you can ask me. So remaining theories we can discuss in the next class, and what are the common questions and what are the implications of management theory in nursing also we can see in the next slide. I think it's clear. Okay students, bye.